കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ സിപിഎമ്മിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2.77 ലക്ഷം വോട്ടുകളാണ് ഇരു മണ്ഡലങ്ങളിൽ നിന്നുമായി സിപിഎമ്മിന് നഷ്ടമായത്. തോൽവിയുടെ കാരണങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ സിപിഎം നേതൃത്വം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, ഇത്തവണ സിപിഎമ്മിനുണ്ടായ ഒരു പരാജയം അത് കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകുമെന്ന് നേതൃത്വം അറിയിക്കുമ്പോഴും അധികാര ഗർവിൻ്റെ അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, മേയർ വിഷയത്തിൽ പോലും ജനവികാരം എതിരായിരുന്നു. ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അത് തിരുത്താതെ മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിന് ഏറ്റവും വലിയൊരു പ്രഹരം തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദേവിക, നമുക്കറിയാം സംസ്ഥാനത്തൊട്ടാകെ സിപിഎമ്മിനേറ്റ കനത്ത തിരിച്ചടിയുടെ അതേ പാതയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയും ഇലക്ഷൻ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഈ 2019 നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് കോഴിക്കോടും പിന്നെ വടകര മണ്ഡലവും. ഈ 2 മണ്ഡലങ്ങളെയും നിയോജക മണ്ഡലങ്ങളെ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സീറ്റുകളിലും സിപിഎം തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ഈ കോഴിക്കോട് 7 നിയോജക മണ്ഡലങ്ങളിൽ 6ഉം സിപിഎം തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. വടകരയിലും അത്തരത്തിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും സിപിഎമ്മിന്റെ കയ്യിൽ തന്നെയാണ്. എന്നിട്ടും പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കനത്ത തിരിച്ചടി സിപിഎമ്മിന് നേരിടേണ്ടി വരുന്നു. ഈ 2019 കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 11,20,000 വോട്ടുകളാണ് ഈ നിയോജകമണ്ഡലങ്ങളിൽ നിന്നായി മൊത്തം ഇത്തരത്തിൽ സിപിഎമ്മിന് ലഭിച്ചത്. ഈ 3 വർഷങ്ങൾക്ക് ഇപ്പുറം 2024 ആകുമ്പോഴേക്കും ഈ വോട്ടുകളുടെ എണ്ണം 8,43,000 ചുരുങ്ങിയിരിക്കുന്നു. അതായത് ഈ കേവലം 3 വർഷം കൊണ്ട് മാത്രം ഏകദേശം 2,77,000 വോട്ടുകളാണ് സിപിഎമ്മിന് കാര്യമായിട്ടുള്ള കുറവ് സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു കാലയളവിൽ പുതിയ വോട്ടർമാർ 1,00,000-ലധികം ചേർന്ന അല്ലെങ്കിൽ 1,2 ലക്ഷത്തോളം വോട്ടർമാർ അധികം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ തലത്തിൽ ഈ പുതിയ വോട്ടർമാരിൽ നിന്ന് എത്രത്തോളം വോട്ട് പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിന് പുറമെ പാർട്ടിയുടെ കേഡർ വോട്ടുകളടക്കമുള്ള അനുഭാവികളുടെ വോട്ടുകളടക്കമുള്ള വോട്ടുകളിൽ കാര്യമായിട്ടുള്ള ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് സിപിഎം ഉള്ളത്. എന്തായാലും ഈ കോഴിക്കോട്ടെ സിപിഎമ്മിന്റെ കണക്കുകളെല്ലാം തെറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സിപിഎമ്മിന്റെ താഴെ തട്ടിലുള്ള ബൂത്ത് കമ്മിറ്റികൾ നൽകുന്ന കണക്കുകളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൃത്യത, യാഥാർത്ഥ്യത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പൊതു വിശകലനം രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് കാലങ്ങളായി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ഇലക്ഷൻ റിസൾട്ടുകൾ വന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ബൂത്ത് കണക്കുകളെല്ലാം പൊള്ളയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് സിപിഎമ്മിന്റെ കണക്ക് കൂട്ടാൽ ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളെയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവസാനം 3000 വോട്ടിന് LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എളമരം കരീം ഈ കോഴിക്കോട് മണ്ഡലത്തിൽ ജയിക്കുമെന്നായിരുന്നു. പക്ഷേ ഏകദേശം 1,46,000 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയോട് എളമരം കരീം പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ ഇവിടെ ജയിച്ച UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 86,000 വോട്ടുകളാണ്. അപ്പോൾ അവിടെ നിന്ന് 60,000 വോട്ടുകളുടെ ഭൂരിപക്ഷം വീണ്ടും ഈ UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് CPM കേന്ദ്രങ്ങളിൽ കനത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് വടകര. സംസ്ഥാനം ഒട്ടാകെ ഉറ്റുനോക്കിയ മണ്ഡലങ്ങൾ ഒന്നായിരുന്നു വടകര. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് സംസ്ഥാനത്ത് ആദ്യം ജയിക്കുന്ന മണ്ഡലങ്ങളൊന്ന് വടകരയായിരിക്കും എന്നാണ്. ഈ കണക്ക് അപ്പാടെ പാളിയുന്ന ഒരു കാഴ്ച. പ്രത്യേകിച്ച് ഈ വടകരയിൽ LDFിന്റെ വോട്ടുകൾക്ക് പുറമെ സ്ത്രീ വോട്ടുകൾ കാര്യമായി തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്നുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടൽ സിപിഎമ്മിനുണ്ടായിരുന്നു. അതും പാളിയിരിക്കുന്നു. 1,14,000 വോട്ടുകൾക്കാണ് വടകരയിൽ KK ശൈലജയെ തോൽപ്പിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥി കരസ്ഥമാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ പാർട്ടിയുടെ പരമ്പരാഗതമായിട്ടുള്ള കോട്ടകളാണ് വടകരയെല്ലാം. പ്രത്യേകിച്ച് കണ്ണൂരിലെ 2 നിയോജകമണ്ഡലങ്ങളും കോഴിക്കോട് മലയോര പ്രദേശത്തെ കണ്ണൂരിനോട് ചേർന്ന് കിടക്കുന്ന 5 നിയോജകമണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വടകര. അപ്പോൾ പാർട്ടിയുടെ അത്തരം കോട്ടകളിൽ പോലും തകർന്നടിയുന്ന ഒരു അവസ്ഥയാണ് ഇലക്ഷന് ശേഷം സംഭവിച്ചിട്ടുള്ളത്. ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണമായി സിപിഎമ്മിന്റെ വിലയിരുത്തലുള്ളത്. പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ അടക്കം നൽകാവുന്ന ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പശ്ചാത്തല സൗകര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിൽ ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയതോടെ തന്നെ അത്തരത്തിൽ ജനങ്ങൾ എതിരാവുകയാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് എന്തായാലും സിപിഎം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ജില്ലാ കമ്മിറ്റികളടക്കം പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ കാര്യത്തിൽ കാര്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുമെന്നുള്ള ഈ സംസ്ഥാന സിപിഎം തന്നെ ഒരു പൊതു നിലപാട് തന്നെയാണ് കോഴിക്കോടുമുള്ളത്. എന്തായാലും ആഴത്തിൽ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, ഈ ന്യൂനപക്ഷ വോട്ടുകളെ പെട്ടിയിലാക്കാനുള്ള ഒരു ശ്രമം സിപിഎം പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കാര്യമായി നടത്തിയിരുന്നു. അതൊന്നും വിലപ്പോയില്ല, അല്ലെങ്കിൽ ഒന്നും ഫലം കണ്ടില്ല എന്നുള്ള ഒരു കണക്കുകളോടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നു. പ്രത്യേകിച്ച് ഈ സമസ്തയെ പിളർത്തിക്കൊണ്ട്, അതായത് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തെ പിളർത്തിക്കൊണ്ട് ആ വോട്ടുകൾ കരസ്ഥമാക്കാനുള്ള ഒരു ശ്രമം ഈ സിപിഎം തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ ചെയ്തതാണ്. പക്ഷെ അതൊന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ സിപിഎമ്മിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടേണ്ട പോലെ കിട്ടാതിരിക്കുകയും ഭൂരിപക്ഷ വോട്ടുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുകയും ചെയ്തത് സിപിഎം കേന്ദ്രങ്ങളെ കൃത്യമായിട്ടുള്ള ഒരു ഞെട്ടലാക്കിയിട്ടുണ്ട് ദേവിക.
ആനന്ദ്, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഇടമുണ്ടെങ്കിലേ ഇന്ത്യയിലുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വോട്ട് ചോർച്ച മാത്രമല്ല, നേതാക്കൾ തമ്മിൽ തല്ല് അല്ലെങ്കിൽ പോര് ഇതിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഇടത് കേന്ദ്രങ്ങൾ പോലും അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ളൊരു മത്സരവും കൂടി ഇത്തവണ ഇടത് സർക്കാരിന് തിരിച്ചടിയായി മാറിയിട്ടില്ലേ? തീർച്ചയായും പൊതുവെ ദേവിക പറഞ്ഞ പോലെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരങ്ങൾക്ക് പുറമെ പാർട്ടിയിലെ തന്നെ ചില പടലപ്പണക്കങ്ങളും ഇത്തരത്തിൽ വോട്ട് കുറയുന്നതിൽ അല്ലെങ്കിൽ ഒരു സജീവമായ അത്തരം പ്രവർത്തകരെ ഇലക്ഷൻ ക്യാമ്പയിനുകളാവട്ടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളാവട്ടെ പങ്കെടുപ്പിക്കുന്നതിൽ CPM വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു വിവരങ്ങളും ഈ രാഷ്ട്രീയ നിരീക്ഷകരടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ കനത്ത തിരിച്ചടി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസവും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ സമയത്തും ഇത് തന്നെയായിരുന്നു പാർട്ടി നേതൃത്വം പറഞ്ഞത്. പക്ഷേ വീണ്ടും അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥിതിഗതികൾ മാറുന്നില്ല, വോട്ട് ഷെയറുകൾ കുറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ഞെട്ടലാണ് CPM നേതൃത്വം. സംസ്ഥാനത്ത് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വടകര മണ്ഡലം ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടന്ന മണ്ഡലത്തിൽ പ്രത്യേകിച്ച് CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറപ്പുചുറ്റുള്ള KK ശൈലജയെ നിർത്തിക്കൊണ്ട് വടകര മണ്ഡലം പരമ്പരാഗതമായിട്ടുള്ള മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നുള്ള CPMന്റെ മോഹം ശിഥിലമായിരിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതായത് തോൽവിയുടെ പരാജയങ്ങൾ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും CPM. ദേവിക.